നമുക്ക് ഇനി മുനമ്പത്തേക്കൊന്ന് പോകണം KP. അവിടെ മിഥുൻ ചേരുന്നുണ്ട്. സമരത്തിനിടയിലും ചില ക്രിസ്മസ് കാഴ്ചകൾ ഈ മുനമ്പത്തെ ക്രിസ്മസിന് ആഘോഷങ്ങൾക്ക് മറ്റൊരു തലമുണ്ട് അല്ലേ? അവിടെ അതിജീവനത്തിന് വേണ്ടിയുള്ള സ്വന്തം സ്ഥലം, വീട് അത് നഷ്ടപ്പെടുമെന്നുള്ള ആധിയിലൂടെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് സംസ്ഥാന സർക്കാരില്ല, കേന്ദ്ര സർക്കാർ, BJP, NDA മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ആഘോഷം, ക്രിസ്മസ് ആഘോഷം എങ്ങനെ നോക്കാം? മിഥുൻ, എങ്ങനെയാണ് മുനമ്പത്ത് നിന്നുള്ള ആഘോഷ കാഴ്ചകൾ? മിഥുനുണ്ട്. മിഥുൻ, ഹാപ്പി ക്രിസ്മസ്. ആദ്യം തന്നെ എങ്ങനെയാണ് അവിടുത്തെ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനത ക്രിസ്മസ് ആഘോഷിക്കുന്നത്? അവർക്കിതൊരു ആഘോഷം തന്നെയാണോ? മുനമ്പത്തുകാർക്ക് നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കൊച്ചിയിലെ ഏറ്റവും ആഘോഷത്തിമിർപ്പിൻ്റെയും ഭക്തിപുരസരമായിട്ടുള്ള ആഘോഷങ്ങളുടെയും എല്ലാം തത്സമയമായിട്ടുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും എല്ലാം പ്രേക്ഷകരിലേക്ക് കൊച്ചിയിൽ നിന്ന് എത്തിച്ചിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു മറുവശമാണ് പറയാനുള്ളത്. കൊച്ചിയിൽ മുനമ്പത്തെ ആളുകൾക്ക്, മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിൻ്റെ ഇരകളായവർക്ക് കഴിഞ്ഞ 2 വർഷമായി, അതായത് കഴിഞ്ഞ വർഷവും ഈ വർഷവും അവർ ആഘോഷങ്ങളില്ലാത്ത ക്രിസ്മസ് ദിനത്തിലെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ സമരപ്പന്തലിലായിരുന്നു അവരുടെ ക്രിസ്മസ് ഉണ്ടായിരുന്നത്. ഇത്തവണയും അത്തരത്തിൽ തന്നെയാണ് ഉള്ളത്. ഒരു ആദ്യഘട്ട സമരം, അതായത് ആരംഭിച്ച ഭൂസംരക്ഷണ സമിതിയുടെ സമരം ഇടയ്ക്ക് വെച്ച് പിന്മാറിയെങ്കിലും അവിടെ നിന്ന് തുടങ്ങി ഇന്ന് 439 ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ് സമരം. അതിൽ 2ാം ഘട്ടമാണ് ഇപ്പോൾ. ഒരു വിഭാഗം അത്തരത്തിൽ സമരം നിർത്തിപ്പോയെങ്കിലും പിന്നീട് അത് ഏറ്റെടുത്തുകൊണ്ട് സമരം സജീവമായി തന്നെ തുടരുകയാണ് മുനമ്പത്തെ യഥാർത്ഥ ഇരകൾ. അവർക്ക് പൂർണ്ണമായുമുള്ള റവന്യൂ അവകാശങ്ങൾ ലഭിക്കും വരെ സമരം തുടരുമെന്നുള്ളത് അവർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം അവർ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിലും അവർ സമരത്തിലാണ്. പക്ഷേ എന്നത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സാന്റ തൊപ്പിയൊക്കെ അവർ ധരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നൊരു പ്രത്യേക ദിവസമാണ്, തിരുപ്പിറവിയുടെ ഏറ്റവും പുണ്യമായിട്ടുള്ള ദിവസമാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നതിൽ എന്താണ് പറയാനുള്ളത്? തിരുപ്പിറവി ദിനത്തിലും ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്ന ഈ രാജ്യത്ത് ചില നിയമങ്ങൾ മൂലമാണെന്ന് ദുഃഖത്തോടെ അറിയിക്കുന്നു. നിയമം മാറിയെങ്കിലും അതിൻ്റെ നടപടിക്രമങ്ങൾ പല കോടതി വ്യവഹാരങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ്. സമരം തുടരുന്നതിൻ്റെ കാരണം കേരള ജനതയ്ക്ക്, ഇന്ത്യൻ ജനതയ്ക്ക് അറിയാവുന്ന പോലെ ഏതൊരു ഇന്ത്യൻ പൗരന് 1 സെൻറ്റ് ഭൂമിയുണ്ടെങ്കിൽ എന്തെല്ലാം അവകാശങ്ങൾ വേണമോ അത് മുനമ്പം ജനതയ്ക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ഉറച്ച ബോധ്യമുള്ളതിനാലാണ് സമരം തുടരുന്നത്. ഒരു വിഭാഗം നിർത്തി എന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാണ് ഞങ്ങൾക്കറിയില്ല. ഇത് 439ാമത്തെ സമരമാണ്. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, എല്ലാം മറന്ന ഒരു ക്രിസ്മസ് ആഘോഷം. അപ്പം അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇവിടെ. ആകെ ഉണ്ടായിരുന്നത് സർക്കാർ പറഞ്ഞ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വന്ന് പറഞ്ഞാണെന്നാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് സമരം നേരത്തെ ഉണ്ടായിരുന്ന ഭൂസംരക്ഷണ സമിതി നിർത്തി എന്നുള്ളത് ഞങ്ങൾക്കിപ്പോഴും പിടികിട്ടാത്തൊരു ചോദ്യമാണ്. അതിനുള്ളൊരു ഉത്തരമാണ് സമരത്തിൻ്റെ തുടർച്ച. ആകെ കിട്ടി എന്ന് അന്ന് പറഞ്ഞിരുന്നത് കരമടക്കാനുള്ള അവകാശം മാത്രമാണ്. പലവിധ കെട്ടുകഥകളിലൂടെ ഈ ജനത്തെ പറ്റിക്കാൻ നോക്കിയിരുന്നു. ഇപ്പോൾ ആ കരമടക്കാനുള്ള അത് മാത്രമുണ്ടെന്ന് കോടതി വീണ്ടും ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്മസ് ദിനം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രത്യാശയുടെ ദിനമാണ്. അതുപോലെ തന്നെ ഒരു സത്യത്തിൻ്റെയും നീതിയുടെയൊക്കെ പുനഃസ്ഥാപനം ഉണ്ടാകുമെന്ന് നിങ്ങൾ നീതിക്കായി പോരാടി വരുന്നു. നിങ്ങൾക്ക് സത്യം അതുപോലെ തന്നെ നീതിയെല്ലാം അകന്നു നിൽക്കുകയാണ് ഇപ്പോഴും, അല്ലേ? തീർച്ചയായിട്ടും അതല്ലോ. സത്യവും നീതിയും എല്ലാം അകന്നു നിന്നതിൻ്റെ പേരിൽ മാത്രമാണല്ലോ ഈ മുനമ്പം ജനതയുടെ സമരം ഇത്രയും വിജയിക്കാൻ കാരണം എന്താണെങ്കിൽ ഈ രാജ്യത്തെ മതേതര വിശ്വാസികളും സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന ആളുകളുടെ പിന്തുണയാണ്. ആ പിന്തുണ ഇന്നും ഈ സമരത്തിനുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ചേട്ടാ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ ചില വാഗ്ദാനങ്ങൾ, അതിൽ നിന്നെല്ലാം ഒരു വിഭാഗം മാറിപ്പോകുന്നു. പക്ഷേ ഇത്തരത്തിൽ യഥാർത്ഥ മുനമ്പൻ ജനത എല്ലാവരും ഒന്നിച്ചുകൂടി സമരത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് മുന്നോട്ട് കൊണ്ടുവരുന്നത് എത്രത്തോളം ഈ നാട്ടിൽ നിന്നുള്ള ഒരു പിന്തുണ ഈ 2ാം ഘട്ട സമരത്തിനുണ്ട്? ഇതിലെ ഇന്ന് ഒരുപാട് വിഷമത്തിലാണ്. ഇന്ന് നമ്മുടെ ക്രിസ്മസ് ദിനമായിട്ട് ഇവിടുത്തെ 610 കുടുംബങ്ങൾ ഇന്നിവിടെ പട്ടിണി കിടക്കുകയാണ്. ഇത് നമ്മുടെ ഗവൺമെൻറ് കാണാഞ്ഞിട്ടല്ല, പക്ഷെ കണ്ണടച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് കണ്ണടച്ചിരിക്കുന്നു? ഇത് സംഘടിത വോട്ടും ഇതിലൊരു ബാങ്കും കൂടി ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി. കാരണം അവിടെ സമരം നടക്കുമ്പോൾ പറഞ്ഞാണ് നമുക്ക് ഇത് സമരം അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാ അവകാശങ്ങളും നേടി കിട്ടും എന്ന് പറഞ്ഞ് അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞു. ഇത് ഇലക്ഷൻ്റെ ഇതിനായിട്ട് വന്നിട്ടുള്ളതാണ്.
കാരണം ഇവരിനൊരൊറ്റ ആളിനെ പോലും ഞാൻ അന്ന് പറഞ്ഞത് 24ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ നിരാഹാരിയിരിക്കുന്നത്. ഇതുവരെ ഒരാളിനെ പോലും ഞാൻ അങ്ങോട്ട് കണ്ടിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഞാൻ വന്ന ഉടനെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇവർ എലക്ഷൻ കണ്ടുകൊണ്ടാണ്, നിങ്ങൾ ഇതിൽ വീഴരുത്. ഇതിൽ ഒരു വിഭാഗം അവിടെ മാറി നിൽക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ഇവരിവിടെ തുടങ്ങുകയും ചെയ്തതിൽ അതിയായ സന്തോഷം ഉണ്ട്. കാരണം ഇന്ന് ഈ സമരം ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ഈ വഖഫിൻ്റെ ഭൂമി നമ്മുടെ ഈ മുനമ്പത്ത് മാത്രമല്ല, 28 ലക്ഷം ഏക്കർ ഭൂമിയാണെന്ന് വഖഫിൻ്റെ കയ്യിലിരിക്കണമെന്നാണ് പറയണത്. നമ്മുടെ സുപ്രീം കോടതി പോലും വഖഫിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കരിനിയമത്തിനെ നമ്മൾ മാറ്റി എഴുതപ്പെടേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ല? അതിന് ഈ സമരം ഒരു മുൻവിളിയാകട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ തീർച്ചയായിട്ടും അമ്മയുടെ ഓർമ്മയിൽ ഇതുപോലെ ആഘോഷിക്കാതിരുന്നുള്ളൊരു ക്രിസ്മസ് ഉണ്ടോ? ഉണ്ടായിട്ടില്ല. എത്ര ദാരിദ്ര്യമാണെങ്കിലും സന്തോഷത്തോടുകൂടി കുടുംബമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചു വന്ന ഞങ്ങളുടെ തലമുറകളും മാതാപിതാക്കളും എല്ലാ കൂടപ്പിറപ്പുകളും ഒരുമിച്ച് സന്തോഷിച്ചിരുന്ന ഒരു ക്രിസ്മസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത് ഞങ്ങളുടെ കിടപ്പാടത്തിന് ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടിയിട്ടില്ല. ഇന്നും ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ഞങ്ങൾക്ക് തരാവുന്നതേ ഉള്ളൂ, അത് തന്നില്ല. ഹൈക്കോടതി വിധി പോലും ഞങ്ങൾക്ക് ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ദയനീയമാണ് അവിടുത്തെ കാഴ്ചകൾ. എന്തായാലും ഒരു വിഭാഗം കേരളം മുഴുവൻ KP ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴാണ്, ആറാടുമ്പോഴാണ് ഒരു വിഭാഗം ഇങ്ങനെ നമുക്ക് സങ്കടം വരുന്ന കാഴ്ചയാണ്. അമ്മമാരും അല്ലേ, അവരൊക്കെയും ആഹാരം പോലും കഴിക്കാതെ ഇങ്ങനെ ജീവിതത്തിൽ അവർക്ക് എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും എന്നുള്ള പ്രതിസന്ധിയാണ് ഇപ്പോഴും. അവിടെയും കേന്ദ്ര സർക്കാരിന്റെ ഒരു കൈത്താങ് സഹായ ഹസ്തം തന്നെയാണ് അവർ കാത്തിരിക്കുന്നത്. അവരുടെ വാർത്തകൾ പുറം ലോകത്തെത്തിക്കാൻ ഒരു മാധ്യമങ്ങളും അതെ, അവിടെയും ജനം TV ആണ് സജീവമായ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഇത് അവഗണനയാണ്. അതെ, അവിടെ മറ്റൊരു ചാനലുകാരും എത്തിയിട്ടില്ല. അവരുടെ വ്യഥകൾ ഒപ്പിയെടുക്കാനും ജനം TV മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു ആഘോഷത്തിന്റെ ഒരു മറുകാഴ്ചയാണ് അല്ലേ? ശരി.